ഹലോ ഗൈസ്, അപ്പം രാവിലെ എണീറ്റ് ചായയൊക്കെ ഇടാനൊക്കെ തുടങ്ങുമായിരുന്നു ഗൈസ്. അപ്പോൾ ചായയൊക്കെ ഇട്ടുകൊണ്ട് ഞാൻ തലേന്നത്തെ സാമ്പാർ ഇരിപ്പുണ്ടായിരുന്നു, അത് കുറച്ച് ചൂടാക്കാമെന്ന് വിചാരിച്ചു. അത് ചൂടാക്കിയൊക്കെ എടുത്ത് ചായയൊക്കെ ഇട്ട് അപ്പോഴത്തേന് കണ്ണനൊക്കെ എണീറ്റ് വന്ന് ദോശമാവൊക്കെ എടുത്ത് ഞാൻ വെളിയിൽ വെച്ച് 2-3 ദിവസമായി ആട്ടി വെച്ച 3-4 ദിവസം എടുക്കാം. ഞാൻ കഴിക്കത്തില്ലല്ലോ, അപ്പോൾ അവർക്ക് 2 പേർക്കും മതി ദോശയായാലും ഇഡലിയായാലും. അപ്പോൾ 2-3-4 ദിവസം എടുക്കാനുള്ള മാവുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് ബാക്കി വന്ന് ഇന്ന് തീർന്ന്. അതും ഇന്ന് ദോശയൊക്കെ ഉണ്ടായപ്പോഴത്തേനും കണ്ണൻ എണീറ്റ് വന്നു. അവന് ട്യൂഷന് പോകണം 7:30. എൻ്റെ അടുത്ത് വന്നിരുന്ന് അടുക്കളയിൽ നിന്ന് കഥയൊക്കെ പറയും എന്തൊക്കെയോ. ഞാൻ ദോശയൊക്കെ ചുട്ട് സാമ്പാറും ചൂടാക്കി ചായ ഇട്ട്. അപ്പം ഞങ്ങൾക്ക് ആധാറിൻ്റെ കണ്ണനെ അപ്പം ഞാൻ പറയും ഇന്ന് നീ സ്കൂളിൽ പോകണ്ട, ട്യൂഷൻ കഴിഞ്ഞ് വരണം, നമുക്ക് ആധാർ പുതുക്കാൻ പോകണം, അപ്ഡേറ്റ് ചെയ്യണം, അവൻ്റെയും ചെയ്യണം എൻ്റെയും ചെയ്യണം. കുറേ നാളായി ഇങ്ങനെ പോകണമെന്ന് ചോദിക്കും. അങ്ങനെ മഴയാണ്, ഞങ്ങൾ രണ്ടുകൂടെ പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേനും അവർ 11 മണിയൊക്കെ ആയി വന്ന്. ഞങ്ങൾ കുറേ നേരം വെയിറ്റൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ 12 മണിയൊക്കെ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി. വന്നപ്പോൾ ബിജോണ മീൻ മേടിച്ച് വെച്ചിരുന്നു, നെത്തോലി. അതൊക്കെ ഞാൻ വെട്ടി കഴുകി ഒക്കെ എടുത്ത് കുഞ്ഞാറ്റ തേങ്ങയൊക്കെ തിരിഞ്ഞ് തന്നു. അങ്ങനെ ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി തേങ്ങയിലിട്ട് അതൊക്കെ ഒന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ പച്ച തേങ്ങയുടെ കൂടെ മുളക് മല്ലിയിട്ട് അവർ പച്ചമണം മാറത്തില്ലെന്ന്, അതുകൊണ്ടൊന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. മുളകും പൊടിയും മല്ലിപ്പൊടിയൊക്കെ അതൊക്കെ ഒന്ന് ചൂടാക്കി അരിഞ്ഞ് തക്കാളിയും പച്ചമുളകൊക്കെ അരിഞ്ഞിട്ട് കറിയൊക്കെ കലക്കി വെക്കാമെന്ന് വെച്ചാൽ. അങ്ങനെ ഞങ്ങളുടെ നാത്തൂൻ്റെ മോളുടെ കൊച്ചിനെ ഇന്ന് കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ അവർക്ക് കൊല്ലത്ത് എവിടെയും പോകണം. അതിന് കുഞ്ഞാറ്റ റെഡിയായിരിക്കുക കൊച്ചിനെ നോക്കാൻ. അങ്ങനെ ഞാൻ അരപ്പൊക്കെ കലക്കി ഒഴിച്ചു. എനിക്ക് ഒട്ടും വയ്യായിരുന്നു. ഞാനതുകൊണ്ട് ഇന്നൊന്നും വേറെ ഒന്നും ചെയ്തില്ല. ഈ നെത്തോലി കറി മാത്രമാണ് ഇന്ന് വെച്ചത്. കാലിന് മുട്ടുവേദന കൊണ്ട് സഹിക്കാൻ വയ്യ, ഒട്ടും നിൽക്കാനൊന്നും വയ്യ, എനിക്ക് നടക്കാനും നിൽക്കാനൊന്നും വയ്യ. എങ്ങനെയെങ്കിലും ആ മീനൊക്കെ ഒന്ന് വെട്ടി കഴുകിയെടുത്ത് എങ്ങനെയെങ്കിലുമൊക്കെ നിന്നാണ് ഞാൻ ആ കറി വയ്ക്കുന്നത്. ഒട്ടും നിൽക്കാൻ വയ്യ. അപ്പോഴത്തേനും വന്ന് നമ്മുടെ താരം അമ്പുടുക്കുട്ടൻ വന്ന്. അവർക്ക് കൊല്ലത്ത് വരെ പോകണം. അപ്പോൾ അവനെയും കൊണ്ട് ഈ മഴയത്തൊക്കെ സ്കൂട്ടറിൽ പോകുന്ന പാടല്ലേ, അപ്പം ഞങ്ങളുടെ അടുത്താക്കിയിട്ട് വന്നു. ഇവിടെ ആണെങ്കിൽ കുഞ്ഞാറ്റയും കണ്ണനൊക്കെ ഉത്സാഹിച്ചിരിക്കും, അവൻ വരുന്നതെന്ന് പറയും. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് പിള്ളേരെ കളിപ്പിക്കാനും അവരുടെ കൂടെ ഇരിക്കാനും ഒക്കെ. അങ്ങനെ ബിജുവണ്ണം കിടന്നപ്പോൾ അപ്പാപ്പൻ്റെ അടുത്ത് പോയി കിടക്കുമെന്നും പറഞ്ഞ് അപ്പാപ്പൻ്റെ അടുത്തൊക്കെ പോയി കിടന്ന് കുറച്ച് കിടക്കും, വീണ്ടും എണീറ്റ് വരും. അങ്ങനെ അവന് കഴിക്കാനൊക്കെ കൊടുത്ത് അങ്ങനെ ഇന്ന് കളിപ്പിച്ചൊക്കെ ഇരിക്കുക. കുറേ സമയം അങ്ങനെയൊക്കെ കളയും. അവന് നല്ല രസമാണ് പിള്ളേരുടെ കൂടെ നമുക്ക് ഇരിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. അങ്ങനെ അവനെയൊക്കെ കളിപ്പിച്ച് കളിയുടെ ഇടയ്ക്ക് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചൊന്നും വീഡിയോയിൽ എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ അവർ 5:30 ആയപ്പോഴത്തേനും അവർ പോയി. അങ്ങനെ ബിജുവണ്ണൻ ചായ കുടിക്കാനൊക്കെ പുറത്തോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ കുഞ്ഞാറ്റയും ഞാനും കട്ടൻ ചായയും ബിസ്ക്കറ്റും ഒക്കെ കഴിച്ചിരുന്ന്. ആ ബിസ്ക്കറ്റ് കഴിക്കുന്ന നോക്കി കുട്ടുമ്പോയിരിക്കും. അവന് ബിസ്ക്കറ്റ് കൊടുത്താൽ അവൻ കഴിക്കത്തില്ല. അങ്ങനെ ബിജുവണ്ണൻ പുറത്തോട്ടൊക്കെ പോയിട്ട് വന്ന് വൈകുന്നേരം ആകുമ്പം പറയും മഴയൊക്കെ ആകുമ്പോൾ എന്നുണ്ടെങ്കിൽ ഇച്ചിരി പുട്ട് പുഴുങ്ങി തായെന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, കാലൊന്നും വയ്യ, എനിക്ക് പുഴുങ്ങാനൊന്നും വയ്യ എന്നൊക്കെ ആദ്യം പറഞ്ഞു. എന്നാലും പുഴുങ്ങി കൊടുത്തില്ലേ അതൊരു വിഷമമല്ലേ. അങ്ങനെ ഞാൻ പിന്നെ കുഞ്ഞാറ്റയെ കൊണ്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ചൂട് വെള്ളത്തിലൊക്കെ മാവൊക്കെ കുഴച്ചു. തേങ്ങയൊക്കെ ഞാൻ അതിൽ തന്നെ ഇട്ട് കുഴച്ചെടുത്തു. അല്ലാതെ പ്രത്യേകിച്ചൊന്നും നടുക്ക് ഒന്നും വെച്ചില്ല. മാവിൽ തന്നെ തേങ്ങയൊക്കെ ഇട്ട് പുട്ടുകളൊക്കെ കയറിയിരിക്കുന്നുണ്ടോ. എനിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ കയറി. നിങ്ങളൊന്നും വിചാരിക്കില്ല ഞാൻ മണ്ടേ കയറിയിരിക്കുന്നതെന്നൊക്കെ വിചാരിച്ച്. അങ്ങനെ പുട്ടൊക്കെ പുഴുങ്ങി വെന്ത് ഒരു കുറ്റി പുട്ടൊക്കെ എടുത്ത് ബിജുവണ്ണനെ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുഞ്ഞാറ്റ പുട്ടൊക്കെ കൊടുത്ത്. പഴമില്ലായിരുന്നു, പഞ്ചസാരയൊക്കെ ഇട്ട് ചൂടായതുകൊണ്ട് പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാൻ നല്ലതാണ്. അങ്ങനെ ബിജുവണ്ണന് പുട്ടൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ചോറൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളും ചോറൊക്കെ എടുത്ത്. അപ്പോഴത്തേന് കണ്ണൻ വന്നപ്പോൾ 7:30 ട്യൂഷൻ കഴിഞ്ഞതുകൊണ്ട് വന്നു. 7:30 കഴിഞ്ഞ് ട്യൂഷൻ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് അങ്ങനെ ഞങ്ങളൊക്കെ ചോറ് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളുമൊക്കെ ചോറെടുത്ത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.